എല്ലാവർക്കും നമസ്കാരം. PT അസ്ട്രോളജിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജഗന്നാഥഹോരയുടെ കുറച്ച് ടൂളുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾക്കതിനെ പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മൾ ജഗന്നാഥഹോര ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ ടൂൾ ബാർ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. അവിടെ കുറേ ചിഹ്നങ്ങൾ അവിടെ കാണാൻ പറ്റും. ടൈറ്റിൽ ബാറിന് താഴെയായിട്ടാണ് ഉള്ളത്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂ എന്നാണ്. അതായത് നമ്മളിപ്പോൾ കുറേ സമയം ജാതക വിശകലനങ്ങളൊക്കെ നടത്തി നമ്മൾക്കിനി പുതിയൊരു ജാതകം, പുതിയൊരു ഗ്രഹനില വേണമെങ്കിൽ നമ്മൾക്ക് അവിടെ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൺ ടൈം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തുള്ള ഏത് സ്ഥലമാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് അവിടുത്തെ ഗ്രഹനില ആയിരിക്കും ആ സമയത്തുള്ളത് നമുക്ക് ലഭിക്കുക. ഇനി നമ്മൾക്കതിൽ ഡാറ്റ മാറ്റണമെങ്കിൽ ആറാമത്തെ ഒരു ടൂൾ അവിടെ കാണാം, എഡിറ്റ് ബർത്ത് ഡാറ്റ എന്ന് എഴുതിയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് സമയവും സ്ഥലവും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സമയവും സ്ഥലമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ബർത്ത് ഡേറ്റ് എല്ലാവർക്കും നന്നായിട്ട് ചേർക്കാൻ അറിയാം, ബർത്ത് ടൈമും, അത് കഴിഞ്ഞ് സ്ഥലത്തിൻ്റെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇവിടെ ഓൾ ദ സ്റ്റേറ്റ്സ് ഇൻ USA, നമ്മൾ USAയിലുള്ളൊരു സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ വലതുഭാഗത്തുള്ള സെർച്ച് ഇൻ USA കൊടുത്താൽ വളരെ പെട്ടെന്ന് ലഭിക്കും. ഇനി USA അല്ലാത്തൊരു സ്ഥലമാണ് എങ്കിൽ റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾക്ക് സെർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് പ്രോപ്പറായിട്ട് സ്ഥലത്തിൻ്റെ പേര് അറിയില്ല, അല്ലെങ്കിൽ അറിയുന്നൊരു സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരെ മാറിയിട്ടാണ് അവിടുത്തെ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും ഇതിൽ ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് മാനുവലായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെയുണ്ട്. താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അത് നമ്മൾക്ക് ലഭിക്കാത്ത പക്ഷം, ഒരു സ്ഥലത്തിൻ്റെ ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ലഭിക്കാത്ത പക്ഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ പുതിയൊരു ഗ്രഹനില സെറ്റ് ചെയ്തതിനെ കുറിച്ച് പറയാനുള്ളത്. അതിനുശേഷമുള്ള രണ്ടാമത്തെ ഒരു ടൂൾ ഓപ്പൺ എന്നൊരു ടൂളാണ്. നമ്മൾ മുന്നേ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾക്ക് ആ പേര് നോക്കി ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് രണ്ടാമത്തെ ടൂൾ. മൂന്നാമത്തെ ടൂൾ സേവ് ചെയ്യാനാണ്. നമ്മൾ ഏതെങ്കിലും വിധേന ഒരു ജാതകം പഠിച്ചു, ഒരു ഗ്രഹനില പഠിച്ചു, അത് സേവ് ചെയ്യണമെങ്കിൽ അവിടെ അടിച്ചു കഴിഞ്ഞാൽ ഫയല് അവിടെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വരും. നമുക്ക് പേര് കൊടുത്ത് ഏത് പേരാണോ വേണ്ടത് അവിടെ കൊടുത്ത് സേവ് അടിച്ചു കഴിഞ്ഞാൽ ഫോൾഡർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൾഡറിൽ അവിടെ സേവ് ആയിട്ടിരിക്കും. അതാണ് മൂന്നാമത്തെ ടൂളിനെ കുറിച്ച് പറയേണ്ടത്. നാലാമത്തെ ടൂൾ പ്രിൻ്റാണ്. അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രഹനില നമ്മൾക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷമുള്ളതൊരു അഞ്ചാമത്തെ ടൂള് സൂര്യസിദ്ധാന്തത്തിലേക്ക് മാറണമെങ്കിൽ, ദൃക്സിദ്ധാന്തമാണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക, നമ്മൾക്കത് സൂര്യസിദ്ധാന്തത്തിലേക്ക് മാറ്റണമെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും. ആറാമത്തെ ടൂള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗ്രഹനില ഏത് സമയത്തെയും സ്ഥലത്തെ അനുസരിച്ചാണ് വേണ്ടത്, ബർത്ത് ഡേറ്റും പ്ലേസും ടൈമൊക്കെ കൊടുക്കേണ്ടതാണ് അവിടെ. അതിനുശേഷമുള്ളത് നമ്മൾ കുറേ റിസർച്ചൊക്കെ ചെയ്യുമ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ട് എങ്കിൽ അപ്പോൾ അൺഡു എന്നാണ്, ലാസ്റ്റ് ഒരു സമയം മാറ്റിയെങ്കിൽ നമുക്കതിനെ അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സമയത്തിലേക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പുറത്തുള്ള അൺഡു ഓൾ ദാറ്റ് ബർത്ത് ടൈം ചേഞ്ചസ് എന്ന് പറയുന്ന ഓപ്ഷനും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിന് ശേഷമുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടൈം സോണാണ്. നമ്മൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതധികം ആവശ്യം വരാറില്ല, ആവശ്യമുള്ള പക്ഷം നിങ്ങൾക്കത് ഉപയോഗിക്കാം. അതിനുശേഷമുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, സ്പെഷ്യൽ പോയിൻ്റാണ്. നമ്മൾക്ക് ഗ്രഹനിലയിൽ നമ്മളേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പോയിൻ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾക്ക് ഉപയോഗിക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ചാർട്ട് ഷോ എ സ്പെഷ്യൽ പോയിൻ്റ് നെയിംഡ്, ഏത് പേരിലാണ് ചാർട്ടിൽ കാണിക്കേണ്ടത് എന്ന് അതിൽ ചോദിച്ചിട്ടുണ്ടാകും. ആ പേര് നമ്മൾക്ക് കൊടുക്കാം. ഇനി അതിൻ്റെ സിമ്പൽ നമ്മൾ പേരെപ്പോഴും ഇതിൻ്റെ സ്ഫുടങ്ങൾ കൊടുത്ത ഭാഗത്തായിരിക്കും വരിക. അതിന് ഗ്രഹനിലയിൽ അതിനെങ്ങനെ ഡിനോട്ട് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ സിമ്പൽ നമ്മൾക്കവിടെ കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന MD മാന്തിയാണ്. കാരണം ജഗന്നാഥഹോരയിൽ മാന്തി സ്ഫുടം
അല്ലെങ്കിൽ ഗുളിക സ്ഫുടം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലഭിക്കാറില്ല. ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ മാന്തിയെ സ്പെഷ്യൽ പോയിൻ്റ് വെച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ 7 ഡിഗ്രി 3 മിനിറ്റ് എഹെഡ് ഓഫ് മാന്തി എന്ന് നമുക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ പ്ലാനറ്റ്, സഹമ, ദ ബിഗിനിങ് ഓഫ്, ദ മിഡ് പോയിൻ്റ് ഓഫ്, ഏത് ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടും ഏതിന് കണക്കായിട്ടാണ് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് സ്ഫുടങ്ങളിൽ വെക്കാം. അത് സ്പെഷ്യൽ പോയിൻ്റായിട്ടാണ് ഇവിടെ വരിക. നമ്മൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളുടേതും വേണമെങ്കിലും അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ലഗ്നസ്ഫുടത്തിൽ നിന്ന് കൃത്യം 10ാം ഭാവത്തിൽ വരുന്ന സ്ഫുടത്തെയൊക്കെ വേണമെങ്കിൽ സ്പെഷ്യൽ പോയിൻ്റ് ആക്കാം. ഭൃഗുബിന്ദുവിനെ സ്പെഷ്യൽ പോയിൻ്റ് ആക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ യൂസർ ഡിഫൈൻഡ് സ്പെഷ്യൽ പോയിൻ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിൽ പല ഓപ്ഷനുണ്ട്. മുമ്പിലോട്ടാക്കാം, പുറകിലോട്ടാക്കാം, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷമുള്ളൊരു പോയിൻ്റ് കീ ഇൻഫർമേഷനാണ്. അത് നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് ബേസിക് ആയിട്ടുള്ള വ്യൂവിലേക്ക് വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ ബേസിക് ആയിട്ടുള്ള വ്യൂവിലേക്ക് വരും. അതിനുശേഷമുള്ളത് നേറ്റൽ ചാർട്ടാണ്. അതും ഇത് തന്നെയാണ്. ബേസിക് വ്യൂവിലേക്ക് വരാനുള്ള നേറ്റൽ ചാർട്ട് നമ്മൾ സെറ്റിങ്സ് ചെയ്ത് വെച്ച ഏതാണോ അതിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ വരാനുള്ള ഒരു ഓപ്ഷനാണ്. അതിനുശേഷമുള്ള ഓപ്ഷൻസൊക്കെ ഓരോരോ വ്യൂവിൻ്റെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് നവാംശവും രാശി ചാർട്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ചാർട്ടാണ്. മിക്സ്ഡ് 2 വർഗാസ്. അതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏതാണ് ഉള്ളിൽ വേണ്ടത്, ഏതാണ് പുറത്ത് വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫോൾട്ടായിട്ട് നവാംശവും രാശിയാണ് ഇവിടെ ഉണ്ടാവുക. അത് തന്നെ നമ്മൾ വയ്ക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്, സൗകര്യപ്രദം. അതിനുശേഷമുള്ളത് കാലചക്രമുണ്ട്, സർവതോഭദ്രചക്രമുണ്ട്, കോട്ടചക്രം. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഭാവചലിത ചക്രമുണ്ട്. അപ്പോൾ ഭാവചലിത ചക്രം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഏതാണ് റെഫറൻസ് പോയിൻ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ലഗ്നം തന്നെയാണ് സാധാരണ കൊടുക്കൽ. വേറെ ഏതെങ്കിലും പ്ലാനറ്റിന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതിനുശേഷം ലഗ്നത്തിൻ്റെ ബിന്ദു മിഡിലായിട്ട് എടുക്കണോ, അതുപോലെ തന്നെ തുടക്കത്തിലെടുക്കണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കതിൽ ഏത് ബിന്ദുവാണോ അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ ബിന്ദുവിൽ നിന്ന് 15 ഡിഗ്രി പുറകോട്ടും 15 ഡിഗ്രി മുന്നോട്ടുമായിട്ടായിരിക്കും എടുക്കുക. പക്ഷേ അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ബിന്ദുവിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ബിഗിനിങ് ആയിട്ട് അവിടുന്ന് 30 ഡിഗ്രി മുന്നോട്ടുള്ളത് 1ാം ഭാവമായിട്ട് എടുക്കും. അങ്ങനെയാണ് ആ ഓപ്ഷൻ. അതിനുശേഷം കുറേയൊക്കെ നെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ ഓപ്ഷൻസാണ്. ഇവിടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, അതിലൊക്കെ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്നും നമുക്ക് ഈ സോഫ്റ്റ്വെയറായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് അല്ല. പിന്നെ മാരേജിന് വേണ്ട പൊരുത്തം നോക്കാനുള്ളൊരു നക്ഷത്ര പൊരുത്തം നോക്കാനുള്ളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നക്ഷത്ര പൊരുത്തം നോക്കാനുള്ളൊരു ടൂളും ഇവിടെയുണ്ട്. ഒരു പുരുഷൻ്റെയും സ്ത്രീൻ്റെയും ഒക്കെ ചിത്രം കൊടുത്തിട്ട് കാണാം നിങ്ങൾക്കിവിടെ. പിന്നെ ഓരോരോ ടൂളുകളാണ്. നെറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കൊക്കെ പോകാൻ പറ്റുന്നതാണ്. ഇവിടെ അവസാനമായിട്ട് നിങ്ങൾക്ക് മിനിറ്റ് എന്ന് പറയുന്ന ഒരു സമയത്തിൻ്റെ ഒരു ബോക്സ് കാണാൻ പറ്റും. അവിടെ ഒരു ഡൗൺവേർഡ് ആരോ ഉണ്ട്. അതിൽ 15, 20, 15 മിനിറ്റ്, ഹവർ, ഡേ, മന്ത് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. മുന്നോട്ട് പുറകോട്ടുള്ള ആരോയും കാണാൻ പറ്റും. ബേസിക്സ് വെർഷനിൽ പോയിട്ട് നമ്മൾക്കിപ്പോൾ ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഗ്രഹനിലയെ മുന്നോട്ട് കൊണ്ടുപോകാം, അതേപോലെ പുറകോട്ട് കൊണ്ടുപോകാം, മിനിറ്റിൽ കൊണ്ടുപോകാം, മണിക്കൂറിൽ കൊണ്ടുപോകാം, ദിവസത്തിൽ കൊണ്ടുപോകാം, വർഷത്തിൽ കൊണ്ടുപോകാം, മാസത്തിലൊക്കെ കൊണ്ടുപോകാം. അതൊക്കെ നമ്മൾ റെക്ടിഫിക്കേഷനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നമുക്ക് എളുപ്പം ഉപയോഗിക്കാവുന്ന ടൂളുകൾ ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്നത് ടൂൾ ബാറിൽ. ഇനി രാശിചക്രത്തിൽ തന്നെ അവിടെ നമ്മൾ രാശിയുടെ ഉള്ളിൽ വലതുവശത്ത് കൊണ്ടുപോയിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഗ്നം ഉണ്ടെങ്കിൽ എത്ര ലഗ്നം മുമ്പാണ് എത്ര സമയം മുമ്പാണ് തുടങ്ങിയത്, ഇനി അത് ആ ലഗ്നം കഴിയാൻ എത്ര സമയം വേണം എന്നൊക്കെ നമുക്ക് അവിടുന്ന് ലഭിക്കും. അതുപോലെ വർഗ്ഗചക്രങ്ങളിലും നമുക്ക് ആ വർഗ്ഗചക്രത്തിൻ്റെ ലഗ്നം തുടങ്ങിയതും ഇനി എത്ര സമയം കഴിഞ്ഞാണ് കഴിയുന്നത് എന്നുള്ള ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി ബർത്ത് ടൈം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സമയം നമ്മൾക്ക് ആദ്യത്തിൽ കിട്ടും. ഇനി നമ്മൾക്ക് അടുത്ത ലഗ്നത്തിന് വേണ്ടിയിട്ട് എത്ര ചേഞ്ച് ചെയ്യണോ അത്ര സമയം നമ്മൾക്ക് ചേഞ്ച് ചെയ്തിട്ട് ലഗ്നം
നെക്സ്റ്റ് രാശിയുടെ ബിഗിനിങ്ങിലാക്കാനൊക്കെ പറ്റുന്നൊരു ഓപ്ഷനാണ് അതിൽ രണ്ടാമത്തെ കാണുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വർഗ്ഗചക്രങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ ആണ് അവിടെ ഉള്ളത്. ഇനി സ്ഫുടങ്ങളുടെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള അവിടെയും നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ലോങ്ങിറ്റ്യൂഡ് ആൻഡ് ബേസിക് ഇൻഫോർമേഷനാണ് ആദ്യത്തെ ഓപ്ഷൻ. പിന്നെ ഏതെങ്കിലും ഡിവിഷണൽ ചാർട്ടിൻ്റെ ലോങ്ങിറ്റ്യൂഡും ബേസിക് ഇൻഫർമേഷനും വേണമെങ്കിൽ അങ്ങനെയും നമ്മൾക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ആ രീതിയിൽ ആണ് രണ്ടാമത്തേത് ഉള്ളത്. പിന്നെ ഓരോരോ പ്ലാനറ്റ് ആസ്പെക്റ്റ് ഇവാലുവേഷൻ, ഓപ്ഷൻസ് ഫോർ പ്ലാനറ്ററി ആസ്പെക്റ്റ് ഇവാലുവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഡിവിഷണൽ ലോങ്ങിറ്റ്യൂഡ്, രാശി ഒക്കുപ്പേഡ് ഇൻ ഓൾ വർഗാസ്, അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് റിസർച്ചിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഏതൊക്കെ ഗ്രഹത്തിനാണ് കമ്പഷൻ ഉള്ളത്, ആരാണ് അവയോഗി, യോഗി, സഹയോഗി, പുഷ്കരാംശം, ഏതൊക്കെ ഗ്രഹങ്ങൾ പുഷ്കരാംശത്തിലുണ്ട്, പുഷ്കര ഭാഗയിലുണ്ട്, ശരകാരകന്മാരുടെ രീതിയിൽ ഗ്രഹയുദ്ധങ്ങളുണ്ടെങ്കിൽ അത് ബ്രഹ്മരുദ്ര മഹേശ്വരന്മാർ ആരൊക്കെയാണ് ഗ്രഹങ്ങളിൽ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതിലുണ്ട്. നമ്മൾക്ക് അതൊക്കെ ഞെക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ ഇവിടെ കാണിക്കുന്നതാണ്. ഫലങ്ങളല്ല, ആ ഡാറ്റകൾ അത് കാണിക്കുന്നതാണ്. പിന്നെ ഇതാണ് നമ്മൾ ബേസിക് കോർ ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ സ്ഥലം. അവിടെ തന്നെ നേറ്റൽ ചാർട്ട്, അതിൻ്റെ ഇടയിൽ നമ്മളെ ഡേറ്റ്, ടൈം സോൺ, പ്ലേസ്, അത് കഴിഞ്ഞ് പഞ്ചാംഗം മുതലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളും ഹോരാലോട്, മഹാകാല ഹോര, കാലാലോട്, പിന്നെ സൂര്യാസ്തമയം, സൂര്യോദയം, അയനാംശം, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കോർ ഇൻഫർമേഷനുള്ള ഒരു ബോക്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ 2-3 ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹൗസസ്, നമ്മൾ ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭാവങ്ങൾ തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതായത് ഒരു ബിന്ദു കൊടുത്തു കഴിഞ്ഞാൽ ആ ബിന്ദു ലഗ്നത്തിൽ നിന്ന് തന്നെയാണോ തുടങ്ങേണ്ടത്, ലഗ്നം മിഡിലായിട്ട് എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അംശ റൂളേഴ്സ്, ഇതൊക്കെ വർഗ്ഗചക്രങ്ങളിലാണ് കൂടുതൽ ഉപയോഗമുള്ളത്. ഓരോരോ വർഗ്ഗചക്രങ്ങളിലും അംശകം ചെയ്യുമ്പോൾ അതിനൊക്കെ ഓരോ ദേവതകളുണ്ട് അല്ലെങ്കിൽ റൂളേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇവിടെ അംശ റൂളേഴ്സിൽ ഉള്ളത്. പിന്നെ KP, കൃഷ്ണമൂർത്തി പദ്ധതി പ്രകാരമുള്ള സ്റ്റാർ ലോഡ്, സബ് ലോഡ്, നക്ഷത്ര ലോഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓരോ ഗ്രഹത്തിൻ്റെയും ഭാവത്തിൻ്റേതായിട്ട് ഇവിടെയുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോക്സിൽ. അതിനിപ്പുറമുള്ളത് അഷ്ടവർഗത്തിൻ്റെ ഒരു ചാർട്ടാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അത്. അഷ്ടവർഗം എല്ലാ ഗ്രഹങ്ങളുടേതും മൊത്തം, അത് കഴിഞ്ഞിട്ട് സർവാഷ്ടവർഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ കുറച്ച് നീണ്ടുപോയി എന്നറിയാം, എങ്കിലും എല്ലാവർക്കും കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് താഴെ ചോദിക്കാവുന്നതാണ്. കുറച്ച് വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമ്മൾക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.